മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്തും കൈനീട്ടത്തിന്റെ കിലുക്കമായും സദ്യയുടെ രുചിയായും വിരുന്നെത്തുന്ന പുണ്യകാലമാണ് വിഷു. മേടമാസത്തിലെ പുതുപുലരിയിലേക്ക് മിഴിതുറക്കുമ്പോൾ അത് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു പ്രയാണത്തിന്റെയും തുടക്കമാണ്. 2026 വിഷു രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സവിശേഷകരമായ ഒരു കാലഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി പൂർണ്ണതയുടെയും പരിസമാപ്തിയുടെയും പ്രതീകമാണ്. ഒരു ചക്രം പൂർത്തിയാക്കി പുതിയൊന്നിന് തുടക്കം കുറിക്കുന്ന ഈ ഘട്ടം 2026 വിഷുക്കാലത്ത് രേവതിക്കാർക്ക് വലിയൊരു പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നു. വിഷുക്കണി കാണുക എന്നത് നന്മയിലേക്കും പ്രകാശത്തിലേക്കും മിഴിതുറക്കലാണ്. 2026 വിഷുപുലരിയിൽ നിങ്ങൾ കാണുന്ന ആ കണി നിങ്ങളുടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഭാഗ്യനിർഭാഗ്യങ്ങളെയും സ്വാധീനിക്കുന്നു. രേവതി നക്ഷത്രക്കാർ പൊതുവെ മൃദുലമായ സ്വഭാവമുള്ളവരും ആഴത്തിൽ ചിന്തിക്കുന്നവരും മറ്റുള്ളവരോട് കരുണയുള്ളവരുമാണ്. മീനരാശിയിലെ ഈ അവസാന നക്ഷത്രം മോക്ഷത്തിന്റെ പടവാതിലായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ സമാധാനവും ഈ വിഷുക്കാലം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന ആ മഞ്ഞപ്രഭ പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഭാഗ്യത്തിന്റെ കിരണങ്ങൾ വീശാൻ തുടങ്ങുന്ന സമയമാണിത്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും സാമ്പത്തികമായ തടസ്സങ്ങൾക്കും ഈ വിഷുവിന് ശേഷം പടിയിറങ്ങാൻ തുടങ്ങും. 2026 ഏപ്രിലിൽ സൂര്യൻ മീനം രാശിയിൽ സംക്രമിക്കുമ്പോൾ അത് രേവതിക്കാർക്ക് പുതിയ കർമ്മപദങ്ങൾ തുറന്നു നൽകുന്നു. ഒരു വിത്ത് പാകി അത് മുളയ്ക്കാൻ കാത്തിരിക്കുന്ന കർഷകനെ പോലെ നിങ്ങളുടെ പ്രയത്നങ്ങൾ ബലം കണ്ടു തുടങ്ങുന്ന കാലമാണിത്. വിഷു കൈനീട്ടം കേവലം നാണയത്തുട്ടുകളല്ല, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ഈ വർഷം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന കൈനീട്ടം എന്നത് തൊഴിലിലെ പുരോഗതിയും കുടുംബത്തിലെ സമാധാനവുമാണ്. രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ബുദ്ധിശക്തിയുടെയും ആശയവിനിമയത്തിന്റെയും പ്രതീകമായ ബുധൻ ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും. അവ്യക്തതകൾ മാറി ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ഈ വിഷു നിങ്ങളെ സഹായിക്കുന്നു. പ്രകൃതി പച്ചപ്പണിയും കൊന്നപ്പൂക്കൾ വിരിഞ്ഞും വിഷുവിനെ വരവേൽക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർ തങ്ങളുടെ മനസ്സിനെ പുതിയ ചിന്തകൾക്കായി തുറന്നിടേണ്ടതുണ്ട്. തളർച്ചകളിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാനും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാനുമുള്ള ഊർജം ഈ വിഷുബലം നിങ്ങൾക്ക് നൽകുന്നു. സമുദ്രം പോലെ അഗാധമായ മനസ്സുള്ളവരാണ് രേവതിക്കാർ. ആ സമുദ്രത്തിൽ ഇളകിമറിഞ്ഞ തിരമാലകൾ അടങ്ങുന്നത് പോലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ശാന്തമാക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. വിഷുക്കണിയിലെ വാൽക്കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പുതുതായി കണ്ടെത്തുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഈ 2026 വിഷുക്കാലം നിങ്ങളെ പ്രാപ്തരാക്കും. ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുമ്പോഴും വിനയം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ രേവതിക്കാർക്ക് ഈ വർഷം സാധിക്കും. ഐശ്വര്യപൂർണമായ ഒരു നാളെയിലേക്കുള്ള പ്രയാണത്തിൽ ഭഗവാന്റെ അനുഗ്രഹവും പ്രപഞ്ചത്തിന്റെ കരുതലും നിങ്ങൾക്ക് കൂട്ടുണ്ടാകുമെന്ന ഉറപ്പോടെ ഈ പുതുവർഷത്തെ വരവേൽക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷുവിന് ശേഷമുള്ള കാലം തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ ബലങ്ങളാണ് നൽകുന്നത്. ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും കൂടുതലുള്ളവരാണ് രേവതിക്കാർ. ഈ കഴിവുകൾ നിങ്ങളുടെ കരിയറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് IT, ആശയവിനിമയം, അധ്യാപനം, എഴുത്ത്, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അംഗീകാരങ്ങൾ ലഭിക്കും. മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. മേലധികാരികളിൽ നിന്ന് വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇത് തുടക്കത്തിൽ അല്പം സമ്മർദ്ദമുണ്ടാക്കാമെങ്കിലും ഭാവിയിൽ സ്ഥാനക്കയറ്റത്തിന് വഴിയൊരുക്കും. സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്തണം. പങ്കാളിത്ത കച്ചവടങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമപരമായ വശങ്ങൾ 2 തവണ പരിശോധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 രേവതി നക്ഷത്രക്കാർക്ക് മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. ധനസമ്പാദനത്തെക്കാൾ ഉപരിയായി സമ്പാദ്യം നിലനിർത്തുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം വരാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിലും അത് അനാവശ്യമായി ചെലവാകാതെ നോക്കണം. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി വലിയ തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത ഈ വർഷം കൂടുതലായിരിക്കും. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വർഷാവസാനം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ അനുകൂലമാണ്. ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവർ ദീർഘകാല നിക്ഷേപങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2026. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും മാറിക്കിട്ടും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന
ശ്രമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ഒരു പുതിയ അംഗത്തിന്റെ വരവോ അല്ലെങ്കിൽ വിദേശത്തുള്ള ബന്ധുക്കളുടെ സന്ദർശനമോ സന്തോഷം നൽകും. വീട് പുതുക്കി പണിയാനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള സാധ്യതയുണ്ട്. രേവതി നക്ഷത്രം മോക്ഷകരമായ മീനരാശിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മീയമായ ചായ്വ് കൂടുതലായിരിക്കും. 2026 ഈ ചായ്വ് വർദ്ധിക്കും. തീർത്ഥാടനത്തിനും പുണ്യസ്ഥല സന്ദർശനത്തിനും ഈ വർഷം നിങ്ങൾ സമയം കണ്ടെത്തും. പ്രശസ്തമായ ക്ഷേത്രങ്ങളോ ധ്യാന കേന്ദ്രങ്ങളോ സന്ദർശിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനം നൽകും. നിഗൂഢ ശാസ്ത്രങ്ങളിലും യോഗ, ധ്യാനം എന്നിവയിലും താല്പര്യം വർദ്ധിക്കും. തിരക്കേറിയ ജീവിതത്തിനിടയിലും മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കും. മുൻചുണ്ട് കുറയ്ക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ള ഒരു മനോഭാവം നിങ്ങളിൽ വളർന്നു വരും. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് പുതിയൊരു പ്രഭ നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനം അനിവാര്യമാണ്. പഠനകാര്യങ്ങളിൽ ഇടയ്ക്ക് ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിട്ടയായ പരിശ്രമത്തിലൂടെ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. രേവതി നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്തുള്ള ആഹാര രീതിയും ലഘുവായ വ്യായാമവും ശീലമാക്കുക. പ്രായമായവർ കാലുകൾക്കും സന്ധികൾക്കും വരുന്ന അസ്വസ്ഥതകൾ അവഗണിക്കരുത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. 2026 വിഷുബലം പൊതുവെ ഗുണകരമാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ശത്രുക്കൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അത് മടി കാരണം നഷ്ടപ്പെടരുത്. ആരോഗ്യത്തിനും കുടുംബസമാധാനത്തിനും കോട്ടം തട്ടുന്ന ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രധാന പരിഹാരങ്ങൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിലോ ബുധനാഴ്ചകളിലോ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ജന്മനക്ഷത്ര ദിവസം വീട്ടിൽ ഗണപതി ഹോമമോ അല്ലെങ്കിൽ ഭഗവതി സേവയോ നടത്തുന്നത് ഗുണകരമാണ്. വിഷു എന്നത് മലയാളിക്ക് വെറുമൊരു ആഘോഷമല്ല. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ്. കണിക്കുന്ന പൂത്തു നിൽക്കുന്ന ആ മഞ്ഞപ്രഭയും ഓട്ടുരുളിയിൽ നിറച്ചുവെച്ച കണി സാമഗ്രികളും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും സന്ദേശമാണ് നൽകുന്നത്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വിഷുപ്പുലരി അവരുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിന് നാന്ദി കുറിക്കലാണ്. ആകാശമണ്ഡലത്തിലെ അവസാനത്തെ നക്ഷത്രമായ രേവതി ഒരു യാത്രയുടെ പൂർത്തീകരണത്തെയും മറ്റൊരു യാത്രയുടെ ആരംഭത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ സംഘർഷങ്ങൾക്കും കരിയറിലെ അനിശ്ചിതത്വങ്ങളും ഈ വിഷുവിന് ശേഷം പടിപടിയായി നീങ്ങാൻ തുടങ്ങും. വിഷുക്കണി കാണുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് വർഷം മുഴുവൻ ഈ ഐശ്വര്യം നിലനിൽക്കണേ എന്നാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ആ പ്രാർത്ഥന സഫലമാകുന്ന ഒന്നായിരിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ വിതച്ച വിത്തുകൾ കൊയ്തെടുക്കാനുള്ള സമയമാണ്. കഠിനാധ്വാനവും ക്ഷമയും കൈമുതലാക്കിയാൽ വിഷു കൈനീട്ടം പോലെ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സാധിക്കുന്നതിലൂടെ മനസ്സിന് വലിയ ശാന്തി ലഭിക്കും. ആത്മീയമായ അന്വേഷണങ്ങൾ നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കും. 2026 ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിറങ്ങൾ ചാലിക്കട്ടെ എന്നും എല്ലാ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യം കളിയാടട്ടെ എന്നും ആശംസിക്കുന്നു. കണിക്കൊന്നയുടെ പവിത്രതയും കൈനീട്ടത്തിന്റെ സ്നേഹവും വിഷുസദ്യയുടെ മാധുര്യവും നിങ്ങളുടെ ജീവിതത്തിലുടനീളം പടരട്ടെ.